Hello guys, I am Aditya. Malayalam Tech Factory channel. Pudhiyoru videoyilekku swagatham. So ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെറും 1200 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന one of the best true wireless earphones ആയ Mivi Duopods F40 എന്ന് പറയുന്ന ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർഫോൺസിന്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റ് മെയിൻ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് 1300 രൂപ വില വരുന്ന Dizo Buds P എന്ന് പറയുന്ന TWS ഇയർഫോൺസുമായിട്ടാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ Mivi Duopods F40 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വരുന്നത്. ബോക്സിന് പുറത്തായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡോക്യുമെൻറ്റേഷൻസ് ലഭിക്കുന്നുണ്ട്. ദെൻ ഒബ്വിയസ്ലി നമ്മുടെ TWS ഇയർഫോൺസ് വരുന്നുണ്ട്. പിന്നെ ഒരു ബോക്സിനകത്തായിട്ട് നമുക്ക് ടൈപ്പ് സി ചാർജിങ് കേബിളും ലഭിക്കുന്നുണ്ട്. സോ ഇത്രയാണ് മെയിനായിട്ട് ബോക്സ് കണ്ടൻസ് വരുന്നത്. ഇനി നമ്മുടെ TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സംസാരിക്കാനുള്ളത് ഇതിൻ്റെ കേസിനെ കുറിച്ചാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനും അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആണ്. ദെൻ ഇതിൻ്റെ എൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബിൽഡിലാണ്. പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ദെൻ കംപ്ലീറ്റ്ലി ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ദെൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ Mivi ബ്രാൻഡിങ് കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് നോക്കുവാണെങ്കിൽ ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാണാൻ സാധിക്കും. പിന്നെ ഈ എൻ്റെ കേസിൻ്റെ വെയിറ്റ് വരുന്നത് 45 grams ആണ്. സോ വളരെയധികം ലൈറ്റ് വെയിറ്റും ആണ്. ഇനി നമ്മുടെ കേസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനുള്ളിലായിട്ട് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഇയർബഡ്സ് അങ്ങ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, ഇതൊരു ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർഫോൺസ് ആണ്. ദെൻ ഇത് കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ദെൻ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കൊരു സ്റ്റാറ്റസ് LED ലൈറ്റ് കാണാൻ സാധിക്കും. സ്റ്റെമ്മിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് ചാർജിങ് പിന്നും അതുപോലെ തന്നെ മൈക്രോഫോണും കാണാൻ സാധിക്കും. സോ ഇതാണ് ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ TWS ഇയർഫോൺസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഒന്നാമത്തെ റീസൺ ഇത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുമാത്രമല്ല ഫിറ്റിൻ്റെ കാര്യത്തിലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി ഏതൊരു ഇയർഫോൺ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഈ TWS ഇയർഫോൺസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ അതിന് വേണ്ടി ആദ്യം തന്നെ കേസ് തുറന്ന് നമ്മുടെ 2 ഇയർബഡ്സും എടുത്ത് അങ്ങ് പുറത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ Mivi Duopods F40 എന്ന് കാണാൻ സാധിക്കും. അതങ്ങ് സെലക്ട് ചെയ്യുക. സോ പെയറിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയറിംഗ് പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 13mm ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. മിഡ്സും ട്രിബിളും എല്ലാം ആവറേജ് എന്ന് വേണം പറയാൻ. പക്ഷേ ബേസ് ആണ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ മൂവി വാച്ചിങ് എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലതെന്ന് വേണം പറയാൻ. പക്ഷേ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, അതായത് നമുക്കൊരു ഇന്നിയർ ടൈപ്പ് ഇയർഫോൺ ലഭിക്കുന്ന അതേ ലെവലിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ലഭിക്കത്തില്ല. കാരണം ഇന്നിയർ ടൈപ്പ് ഇയർഫോൺസിൽ കുറച്ചുകൂടെ നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതൊന്ന് ഓർമ്മയിരിക്കട്ടെ. സോ ഒരു ഹാഫ് ഇന്നിയർ ടൈപ്പ് ഇയർഫോൺ എന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഒരു TWS ഇയർഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ TWS ഇയർഫോൺസിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓരോ ഇയർബഡിലും നമുക്ക് 40 mAh ഒരു ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 hour ആണ് ടൈം എടുക്കുന്നത്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ 70% വോളിയത്തിൽ 8.5 hours ഒരു പ്ലേ ബാക്ക് ടൈം നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു യൂസേജിൽ 7 hours പ്ലസ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ നമുക്ക് 500 mAh ഒരു ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 hour ആണ് ടൈം എടുക്കുന്നത്. നമ്മുടെ ഇയർബഡ്സ് കേസിനകത്തിട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ 50 hours പ്ലസ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു യൂസേജിൽ 45 hours പ്ലസ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഇവനൊരു കില്ലാടി തന്നെ. ഇനി TWS ഇയർഫോൺസിൽ നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 10 meters ആണ്. അത്രയൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇനി ലേറ്റൻസിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലോ ലേറ്റൻസി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രയാണ് ലോ ലേറ്റൻസി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോ ലേറ്റൻസി മോഡ് ഇതിനകത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴോ ഒന്നും ഒരു തരത്തിലുള്ള ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഗെയിംസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ലേറ്റൻസി ഫീൽ ചെയ്യും. അതിപ്പോൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു TWS ഇയർഫോൺസ് മേടിച്ചാലും നമുക്ക് ആ ഒരു ലേറ്റൻസി ഫീൽ ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വയർഡ് ഇയർഫോൺസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ TWS ഇയർഫോണിൽ മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. ഇനി ഈ TWS ഇയർഫോൺ വഴിയുള്ള കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡ് ആവുന്നത് നമ്മുടെ Mivi Duopods F40 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വഴിയാണ്. സോ ഇതാണ് ഈ TWS ഇയർഫോൺസ് വഴിയുള്ള ഒരു മൈക്രോഫോൺ ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി. ഇനി ഈ TWS ഇയർഫോൺസിൽ നമുക്ക് കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. ഈ ടച്ച് കൺട്രോൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒപ്പം തന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലെ ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഇയർബഡിൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് ഇയർബഡിൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡിക്രീസ് ചെയ്യാനും സാധിക്കും. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ടച്ച് ഫംഗ്ഷൻസ് വരുന്നത്. ഇനി ഫൈനലി പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഫ്ലിപ്കാർട്ട് പ്രൈസ് വരുന്നത് 1199 രൂപയാണ്. ചില ഓഫർ ടൈമിൽ 999 രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കാറുണ്ട്. ആ പ്രൈസ് പോയിന്റിൽ എന്തായാലും വളരെ നല്ലൊരു ഡീലാണ്. അതുപോലെ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ പ്രോഡക്റ്റ് മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നത് Dizo Buds P എന്ന് പറയുന്ന പ്രോഡക്റ്റുമായിട്ടാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1299 രൂപയാണ്. Mivi Duopods F40 കാട്ടി 100 രൂപ കൂടുതലാണ് Dizo Buds P എന്ന് പറയുന്ന പ്രോഡക്റ്റിന്. പക്ഷേ സ്പെസിഫിക്കേഷൻസ് എല്ലാം സിമിലർ ആണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് Mivi Duopods F40 തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് തിരഞ്ഞെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.